എഴുതുന്ന മലയാളമുണ്ട്, സംസാരിക്കുന്ന മലയാളമുണ്ട് അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു മനോരമ പത്രം ന്യൂസ് എടുക്കാൻ പറ്റും നോക്കട്ടെ. അപ്പം ഇങ്ങനൊരു വാർത്ത: വഞ്ചിയൂർ കോടതി പരിസരത്ത് റോഡിൻ്റെ ഒരു ഭാഗം മറച്ചു കെട്ടി വേലി നിർമ്മിച്ചത് അധികൃതരിൽ നിന്ന് യാതൊരു അനുമതി വാങ്ങാതെയാണെന്ന് സൂചന. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഒരു ഭാഷയിൽ? യെസ് ഓർ നോ? നോ. വ്യത്യാസം ഉണ്ടല്ലോ, നല്ല വ്യത്യാസമല്ലേ? സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡാണ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, സമീപനമാണ്, സ്വീകരിക്കുന്നത്, അത് സെൻറ്റൻസ് പറയുന്ന രീതിയുണ്ടോ? ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. അവിടെ നിന്ന് അനുമതി നൽകാതെ വന്നതിനാൽ ലഭ്യമാകുന്ന അറിവ്, ഇങ്ങനെയൊക്കെ ഇതൊരു വേറൊരു പാറ്റേണാണ്, വേറൊരു സ്റ്റൈൽ ഓഫ് എന്താ പറയുക, ലാംഗ്വേജ് തന്നെയാണ്. സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഒരു വാർത്തയിൽ ഇങ്ങനെ പറയുവാണ്: സംസ്ഥാനത്ത് വ്യാപകമായ ഹർത്താൽ ആചരിക്കുമെന്ന് ഇന്ന പാർട്ടി പ്രഖ്യാപിച്ചു. ഇങ്ങനെ വാർത്തയിൽ നമ്മൾ കേട്ടു. ഇത് അച്ചടി ഭാഷയാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട്, എടാ നാളെ നീ വരണ്ട. അളിയ എന്തു പറ്റിടാ? അളിയ നാളെ സംസ്ഥാനത്ത് വ്യാപകമായ ഹർത്താൽ ആചരിക്കുമെന്ന് ഇന്ന പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയും നമ്മൾ. എന്താണ് നിനക്ക് എന്തു പറ്റി? ഇല്ല പറയും. നമ്മളെങ്ങനെ പറയും? എടാ നാളെ ഹർത്താലാണ്, വാർത്തയെ പറയുന്നത് കേട്ടോ. ദിസ് ഈസ് സ്പോക്കൺ മലയാളം. സ്പോക്കൺ മലയാളം വേറെയാണ്, റിട്ടേൺ മലയാളം വേറെയാണ്. ദിസ് ഇസ് പ്രിൻറ്റിംഗ് വേർഡ്സ്. യെസ് ആൻഡ്രൂസ്, ദിസ് ഇസ് പ്രിൻറ്റിംഗ് വേർഡ്സ്. പ്രിൻറ്റിംഗ് വേർഡ്സ് ഈസ് ഡിഫറെൻറ്റ്. സോ പ്രിൻറ്റിംഗ് വേർഡ്സ് പഠിക്കാൻ ശ്രമിച്ചാൽ സംസാര ഭാഷ എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഇതാണ് എൻ്റെ ചോദ്യം, സിമ്പിൾ ചോദ്യം. പ്രിൻറ്റിംഗ് ലാംഗ്വേജിൻ്റെ പരിശീലനം ലഭിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് കൊളോക്കിയൽ ലാംഗ്വേജോ സംസാര ഭാഷ സംസാരിക്കാൻ പറ്റും? നമ്മൾ 10 വർഷം സ്കൂളിൽ പഠിച്ചെന്ന് പറയുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറയുന്നു. കുറേ ഒരു ഡിഗ്രിയിൽ ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറയുന്നു, ഡിപ്ലോമ പഠിച്ചെന്ന് പറയുന്നു, ബിടെക്കിൽ ഏത് സംഭവം എടുത്താൽ നമ്മൾ ഈ പഠിക്കുന്ന സംഭവം മൊത്തം എന്താണ്? നമ്മൾ പഠിക്കുന്ന സംഭവം മൊത്തവും റിട്ടൺ ഇംഗ്ലീഷാണ്.